എൻ്റെ പേര് ഹരികുമാർ. ആറ്റിങ്ങലിനെ സംബന്ധിച്ചുള്ള എൻ്റെ ബാല്യകാല സ്മരണകൾ തുടങ്ങുന്നുണ്ട്. പ്രൈമറി സ്കൂൾ മുതലുള്ളതാണ്. ഞാൻ താമസിക്കുന്നത് ആറ്റിങ്ങൽ ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെ ഒരു നദീതീരത്തായിട്ട് വരും. പാറക്കടവ്. ആറ്റിങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിൽ ആറ്റിങ്ങളുടെ ഒട്ടുമിക്ക ആൾക്കാരും കുളിക്കാൻ വരുന്ന ഒരു പൊതു കടവുണ്ടായിരുന്നു, പാറക്കടവ്. ആറ്റിങ്ങൽ ഗ്രാമത്തിലെ ബ്രാഹ്മിൻസ്, അതുപോലെ ഇന്നത്തെ പോലെ ഈ മണലൂറ്റും ഇതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ വൃത്തിയായ ഒരു സ്ഥലമായിരുന്നു പാറക്കടവ്. അതിൻ്റെ തീരത്താണ് എൻ്റെ വീട്. എൻ്റെ വീട് കഴിഞ്ഞ് ഏകദേശം ഒരു 100 മീറ്റർ കൈപ്പട, 2 സെറ്റ് കൈപ്പട ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് ആറ്റിലെത്താം. ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഈ ആറ്റിലെ വെള്ളമെന്ന് പറയുന്നത് വളരെ കുറഞ്ഞ് നടുക്കൊരു മണൽത്തിട്ടയായിട്ട് രൂപാന്തരപ്പെട്ട് കിടക്കും കുറേ നാളത്തേക്ക്. അപ്പോൾ അന്ന് ആറ്റി കുടിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ഒരു തൊട്ടിയുമായിട്ട് വരും. ഈ മണലിൽ തൊട്ടി, ഈ മണൽ ഊരി കുഴി ഉണ്ടാക്കി വേണം ഞങ്ങൾക്ക് കുടിക്കാനായിട്ടുള്ളത്. അതേ സമയത്ത് തന്നെ ഈ ആറ്റുതീരത്താണ് അന്ന് ഞാനൊക്കെ വളരെ പ്രൈമറി, അതായത് 2-3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ആറ്റി കുളിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരിക്കലും ആറ്റിങ്ങക്കാർക്ക് വിസ്മരിക്കാനാവില്ല കായിക രംഗത്തെ കുലപതിയായ ഉണ്ണികൃഷ്ണൻ സാറ്. ആ ഉണ്ണികൃഷ്ണൻ സാറ് അദ്ദേഹത്തിൻ്റെ വളരെ ഇതായിട്ടുള്ള ജൂനിയർ ടീമുമായിട്ട് ഇവിടെ കബഡി കളിക്കാനായിട്ടുണ്ട് ഒരു ആറ്റുതീരത്ത്. ജൂനിയർ ടീമെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം പ്രഗത്ഭരാണ്. എല്ലാ ഒട്ട തടിയും തണ്ടുമുള്ള കബഡി ടീമിൽ ഒരു 10-15 പേര് വരും. അവരെ ഈ ആറ്റുതീരത്ത് ഈ മണപ്പുറത്തിട്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. ആ കാലത്തുള്ള ഒരു കായിക രംഗം എന്ന് പറയുന്നത് ഏറ്റവും പ്രഗത്ഭമതികളായിട്ടുള്ള, ജില്ലയിൽ തന്നെ പ്രഗത്ഭമതിയായിട്ടുള്ള ഒറ്റനവ താരങ്ങൾ ആറ്റിങ്ങിലുണ്ട്. നല്ലൊരു ഫുട്ബോൾ ടീമും, അതുപോലെ തന്നെ മറ്റേ കബഡി ടീം. അതായത് ഈ ഉണ്ണികൃഷ്ണൻ സാറെന്ന് പറയുന്നത് അദ്ദേഹം വളരെ ചെറുപ്പത്തിലെ ഈ ഗോദവർമ്മ രാജ്യമായിട്ടൊക്കെ പരിചയമായി കായിക രംഗത്തുള്ള നൂതനമായിട്ടുള്ള പദ്ധതികളെല്ലാം അദ്ദേഹം ആവിഷ്കരിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായാണ് ഇന്ന് കാണുന്ന ശ്രീപാദം സ്റ്റേഡിയം. അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന താരങ്ങളാണ്. വോളിബോൾ രംഗത്തെന്ന് പറയുന്ന ആറ്റിങ്ങൽ കോവിലഴികം ബ്രദേഴ്സ്, അതിലുള്ള മിക്കവരും AGS ഓഫീസും അതുപോലെ പോലീസിൽ പല ഭാഗങ്ങളിലേക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കഴിവെന്ന് പറയുന്നത് ആധുനികമായ ഏത് കളി എന്നെ ഇറങ്ങുമ്പോഴത്തേക്കും അതിനുവേണ്ടി അദ്ദേഹം വളരെയധികം ശ്രമപ്പെടുമായിരുന്നു. അതായത് എൻ്റെ ഓർമ്മയിൽ ഞാൻ പ്രൈമറിയൊക്കെ കഴിഞ്ഞു. വളരെ ചെറുപ്പത്തിലേ തന്നെ ഞാനൊരു 6ാം ക്ലാസ് ആയപ്പോഴത്തേക്കും ഞാൻ ഹൈസ്കൂളിൽ പോകുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ പ്രൈമറി സ്കൂളിലെ സ്മരണകൾ ആദ്യമായി ഉറക്കാം. ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 200 വരെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള നമ്മുടെ LMS LPS സ്കൂളിലെത്താനായിട്ട് കഴിയും. അപ്പോൾ അന്ന് ഞങ്ങൾ പോകുന്ന വഴിക്കെന്ന് പറയുന്നത് 2 ആനകളുണ്ട്. ഒന്ന് ഒരു പിടിക്കിയാന, അതുപോലെ അതിൻ്റെ അടുക്കായിട്ടൊരു കൊമ്പനാന. ഈ 2 ആനകളെ നോക്കുന്നത് വളരെ സാമ്പത്തികമായിട്ട് നല്ല മുൻനിരയിലുള്ള 2 ആൾക്കാരായിരുന്നു. ഒന്ന് ശങ്കരഅമ്മാവൻ എന്ന് ഞങ്ങൾ വിളിക്കും, ഒരാളിനെ രാഘവമ്മാവൻ എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ ഈ 2 ആനകളെ കെട്ടുന്ന സ്ഥലത്തിനോടൊപ്പം തന്നെ ഈ ആനകളെ വൈകുന്നേരം, ചില ദിവസം എന്ന് പറയുന്നത് വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ച സമയത്ത് കുളിപ്പിക്കാനായിട്ട് ആറ്റുകടയിൽ കൊണ്ടുവരും. അപ്പോൾ ആറ്റുകടയിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങളും കൂടെ പോവും. ഒരകലം വിട്ട് ഞങ്ങളും കൂടെ പോവും. കൊമ്പനാനയുടെ ആനക്കാരെന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5.5 അടി പൊക്കമുള്ള, ഒരു 5-5.25 അടി പൊക്കം അദ്ദേഹത്തിന് വരും. നല്ല തടിയാണ്. കണ്ടാൽ നമ്മളെ സിനിമയിലെ തിലകൻ്റെ ഒരു കട്ടാണ്, ഒരു ചെറിയ കോങ്കണ്ണ്. കൂടെ തിരിഞ്ഞു നോക്കി ഞങ്ങൾ വരട്ടും. ആ അമ്മാവൻ്റെ വയറ്റിലെന്ന് പറയുന്ന ഈ വയർ ഭാഗത്തായിട്ടെന്ന് പറഞ്ഞാൽ ഒരു 10-12 തയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ സംഭവം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടെ ഇങ്ങനെ എന്തെന്നോ എന്നെ തീറ്റി കൊടുക്കുന്ന സമയത്ത് ആന പെട്ടെന്ന് ഇടഞ്ഞ് വയറ്റിൽ കുത്തിയാണ്. വയറ്റിൽ കുത്തിയിട്ട് അന്ന് പറ്റിയെന്ന് പറഞ്ഞാൽ അന്ന് ഈ കാറും ബസ്സൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ കുടലൊക്കെ ഇഞ്ഞ് ചാടിപ്പോയി. ഒരു തോർത്ത് കൊണ്ട് കെട്ടി ഇദ്ദേഹത്തിനെ
കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ അദ്ദേഹം നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കുത്തിയ ആനയല്ല, അതിന് ശേഷം വന്ന അയ്യപ്പൻ എന്ന് പറഞ്ഞ നമ്മുടെ കൊല്ലമ്പുഴ, ആറ്റിങ്ങ കൊല്ലമ്പുഴ ദേവീക്ഷേത്രത്തിലെ അവിടെ ഈ തിരുവിതാംകൂർ രാജവംശം നടക്കിയിരുത്തിയ 2 ആനകളാണ്. ഒന്ന് അയ്യപ്പനെന്നും അതിൻ്റെ ഒരു പിടിക്കുക ആനയുടെ പേര് സീതയെന്നും. അപ്പോൾ ഇതിനെ 2നെയും കുഴിപ്പിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളിങ്ങനെ മാറി നിന്ന് നോക്കും, ഞങ്ങൾ കുട്ടികൾ. അന്നെന്ന് പറയുന്നത് 3, 4 പഠിക്കുന്ന പ്രസമയമാണ്. അവൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ നിനക്ക് കയറണോ, ഈ ആനയെ ചരിച്ചിട്ടേക്കുവാണ്, ഇവിടെ നിനക്ക് തേക്കണമെന്ന് ചോദിക്കും. ഞങ്ങൾ തലയാട്ടുമ്പോൾ ഞങ്ങളെ കയ്യിൽ ഈ പഴയ ഇഡ്ഡലി കല്ല് പോലെ, അല്ല ഇഡ്ഡലിയുടെ കഷ്ണം പോലെ ഇരിക്കും ആനയെ തേക്കുന്ന കല്ല്. അപ്പോൾ ഈ കല്ലുമായിട്ട് ഞങ്ങൾ ഇന്ന് കിടന്ന് തേക്കും. അപ്പോൾ ആന അടങ്ങി കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതെന്ന് പറയുന്നത് മിക്കവാറും കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ അമ്മാവൻ നമ്മളൊരു വരട്ടും, മതിയാക്കിയിട്ടുണ്ടാകുന്നു, ഞങ്ങളത് നിർത്തും. അപ്പോൾ ഇത് ഏറ്റവും ബാല്യകാലത്ത് ഏറ്റവും വലിയൊരു രസകരമായ ഓർമ്മയായിരുന്നു. LMSൻ്റെ അവർ താമസിക്കുന്ന മിഷണറിമാർ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവ്, അതിൻ്റെ ഒരു സ്കൂള്, അവരുടെ ഒരു പള്ളി, ഇതെത്രയും സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് LMS ജംഗ്ഷൻ ആ പേര് വീണത്. അന്ന് LMS ജംഗ്ഷനിലെന്ന് പറയുന്നത് മൂലയോട് ചേർന്ന് ഒരു 5 കടകളാണ്. അതിൽ ആദ്യത്തെ കടയെന്ന് പറയുന്നത് ഒരു കക്കാപ്പരയാണ്, രണ്ടാമത്തേതെന്ന് പറയുന്നത് ഒരു തയ്യക്കടയാണ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു പലവ്യഞ്ജന കടയാണ്, 4ാമത്തെ ഒരു ബാർബർ ഷാപ്പാണ്. അതായത് ഒരു നോവലിൽ പറ്റിയ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള കുറേ താരങ്ങളായിരുന്നു ഇവിടുത്തെയൊക്കെ ഈ കടകുടമയും ഇതുമെല്ലാം തന്നെ. ആദ്യത്തെ കക്കാപ്പരയിലെ അമ്മമ്മയെ പറയുന്നതാണെങ്കിൽ ഒരു 6 മടി പൊക്കം വരും, ഒത്ത ശരീരമാണ്, ഏകദേശം ഒരു കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു പ്രായം ഒരു 70 വയസ്സിന് മുകളിൽ വരും. അമ്മമ്മ എടുത്തിട്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയ ഷാൾ, ഒരു മുണ്ട് കൊടുത്തിട്ട് ഒരു തോർത്തിട്ടേക്കും. അപ്പം വേറെ മാറൊന്നും മറച്ചിട്ടില്ല. അമ്മമ്മയെ കണ്ടാൽ തന്നെ അമ്മമ്മയുടെ വലിയ തൂങ്ങുന്ന വലിയ മുലകളും, അതുപോലെ തന്നെ അമ്മമ്മയുടെ കാത് ശരിക്ക് കാത് കുത്തിയിട്ട് ആ വലിയ റിങ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളെയൊക്കെ കാണുമ്പോഴത്തേ അമ്മമ്മ ചവച്ചുകൊണ്ടിരുന്നിട്ട് കൈകൊട്ടി വിളിക്കും. കൈകൊട്ടി വിളിച്ചിട്ട് കുശലമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അമ്മൂമ്മ പറഞ്ഞയക്കുന്നത്. അതായത് വിഷചികിത്സാ കുടുംബത്തിലെ ഒരു പ്രധാന അതിൻ്റെ തറവാട്ടമ്മയായിരുന്നു ഈ അമ്മൂമ്മ. ഇവിടെ എവിടെയെങ്കിലും പാമ്പ് വിഷയങ്ങളും ഏറ്റു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുപോയായിരുന്നു അമ്മമ്മയുടെ അവിടെ ചികിത്സ. അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞൊരു തെയ്യക്കടയാണ്. ഞങ്ങളെല്ലാം വിളിക്കുന്ന അമ്മാവെന്ന് വിളിക്കുന്ന ഒരു നല്ല പ്രായത്തിൽ, അതും ഒരു 70 വയസ്സിന് അടുപ്പിച്ച് വരുന്ന വേറെ ഒരു വൃദ്ധനായ ഒരു തയ്യൽ അപ്പൂപ്പനാണ് അവിടെ ഇരിക്കുന്നത്. അതിനോട് ചേർന്നൊരു മറ്റേ ഒരു മുറുക്കാൻ കടയുണ്ട്. അദ്ദേഹത്തിനെ എല്ലാവരും വിളിക്കുന്നതെന്ന് പറയുന്നത് ഭഗവാൻ എന്നാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഒരു ബാർബർ ഷാപ്പ്. ബാർബർ ഷാപ്പ് ഇട്ടിരിക്കുന്ന നാണുമൂത്താൻ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനക്കായിരുന്നു. നാണുമൂത്താനാണ് ആ ബാർബർ ഷാപ്പ് ഇട്ടിരിക്കുന്നത്. നാണുമൂത്താൻ ആര് പറഞ്ഞാലും നാണുമൂത്താൻ അതനുസരിച്ച് സമ്മതിക്കുകയുള്ളൂ, ഒന്നിനും ഒരു എതിരഭിപ്രായം പറയില്ല. ഇപ്പം തന്നെ അന്ന് നാണുമൂത്തനെ കടയാക്കി പറയും, മൂത്താനെ മുരിങ്ങക്കമ്പ് കിണറ്റിന് കഴയായിട്ടിട്ടൂടെ, പിന്നെന്ത് ഉടനെ വീണ്ടും അടുത്ത പറയുമ്പോൾ ഇത് ഉളുക്കുമ്പോൾ ഒടിഞ്ഞു പോകില്ലേ, സംശയം തോന്നുന്നു. അപ്പോൾ ആ ഒരു ടൈപ്പ് കഥാപാത്രമായിരുന്നു നമ്മുടെ നാണുമൂത്താൻ. അങ്ങനെ ഇത്രയും പേരാണ്. അതിൻ്റെ അകത്തായിട്ടൊരു ടയർ ബസ്സുമുണ്ട്. സ്കൂളിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞാൽ 4ാം സ്റ്റാൻഡേർഡ് മാത്രമേ അവിടെ ഉള്ളൂ, പ്രൈമറി. അപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ ഓർമ്മ, എൻ്റെ കൂടെ പഠിച്ചതെന്ന് പറയുന്നത് വളരെ ചുരുക്കം വ്യക്തികളെ എനിക്ക് ഓർമ്മ വരുന്നുള്ളൂ. കാരണം ഒന്നാമത്തെ ചതിവ്, അന്ന് ഈ കൃത്യമായിട്ട് വയസ്സ് വെച്ചുകൊണ്ടല്ല സ്കൂളിൽ പോകുന്നത്. അന്ന് വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചിട്ട് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലൊക്കെ പോയി വയസ്സ് കൂട്ടി വെച്ച് ചേർക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, നമ്മൾ ചെന്നിരിക്കുന്ന ക്ലാസ്സിൽ നമ്മൾ വളരെ ജൂനിയറായിരിക്കും. മുതിർന്ന കുട്ടികളോടൊപ്പം ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. അവർ ചിലപ്പോൾ ഉപദ്രവിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എന്നെയും
ശരിക്കും വീട്ടിൽ ഇരുത്തിയിട്ട് 2ാം ക്ലാസ്സിലാണ് എന്നെ കൊണ്ടുവന്ന് സ്കൂളിലാക്കുന്നത്. അപ്പോൾ ഈ 2ാം ക്ലാസ്സിൽ സ്കൂളിൽ ആക്കുമ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള എൻ്റെ സഹപാഠികൾ എന്ന് പറയുന്ന എല്ലാം മുതിർന്ന പാർട്ടികളാണ്. വല്ലവരും അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തലയ്ക്കൊരു തട്ട് തന്നാലും നമുക്ക് തിരിച്ചടിക്കാനായിട്ടുള്ള ഒരു ശാരീരിക ശേഷിയില്ല. അപ്പോൾ എന്നാലും നമ്മൾ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയാണെന്ന് നമ്മൾ കയറി കൊടുക്കും. അവർ തലയ്ക്കടിക്കും, നമ്മൾ വീണ്ടും ചെറിയതായിട്ട് ഒന്ന് അങ്ങോട്ട് പ്രതികരിക്കും. അപ്പോൾ ആ കൊച്ചിലേ തന്നെ നമുക്ക് ഈ സഫർ ചെയ്യാനുള്ള ചില കേസുകളുടെ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിൽ വളർന്നു വന്നു. കാരണം പ്രതികരിക്കുക, ആ പ്രതികരിക്കുന്ന സൈഡിൽ നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും പ്രതികരിക്കുമ്പോൾ നമുക്കതിനെ ചെറുത്ത് നിൽക്കാൻ കഴിയാത്തൊരു സ്റ്റേജ്. അപ്പോൾ എങ്കിലും എതിർത്തെന്നുള്ള ഒരു മാനസിക സംതൃപ്തി. മാരാർ സാറാണ് ഹെഡ് മാസ്റ്ററായിട്ട് മാരാർ സാർ. പിന്നെ ഉള്ളത് മണിസാറാണ് കണക്കൊക്കെ എടുക്കുന്ന മണിസാറാണ്. എൻ്റെ മാന്യ അധ്യാപിക ഈ അടുത്ത കാലത്താണ് മണിസാർ അന്തരിച്ചത്. പിന്നെ ഉള്ളത് വസുമതി ടീച്ചർ, ബേബി സാർ എന്ന് പറയുന്ന വസുമതി ടീച്ചർ. പിന്നെ തയ്യൽ ടീച്ചർ കൊല്ലത്ത്. ഈ ബേബി സാറ് മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുള്ളൂ. പിന്നെ ഓർമ്മയിലെത്തുന്ന ഒരു തങ്കമ്മ ടീച്ചർ ഈ മിഷൻ ബംഗ്ലാവിൽ തന്നെ ഒരു കന്യാസ്ത്രീ പോലെ അത് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. ബേബി സാറാണ് വെള്ള സാരിയും വെള്ള ബ്ലൗസും അവർ ഇടും. ബേബി സാറും ഒരു വർഷത്തിനിപ്പുറമാണ്. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ബന്ധപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ എന്ന് പറയുന്ന വർഷങ്ങളായിട്ട് ഇവരെയൊക്കെ ഈ നാട്ടുകാരും ഈ പഠിച്ച കുട്ടികളെല്ലാം അവരെ ഓർമ്മയിൽ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ അവരന്വേഷിക്കാറുണ്ട്. വളരെ ആ ഒരു സൗഹൃദം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് CSIയിൽ വരുന്ന ഈ അതിനോട് ചേർന്നുള്ളതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ബാലികാ മന്ദിരമുണ്ട്. ആ ബാലികാ മന്ദിരമൊക്കെ നോക്കി നടത്തിയിരുന്ന ഒരു അമ്മച്ചി എന്ന് പറയും. അമ്മച്ചിയുടെ പേരിലാണ് പിന്നീട് ആ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഉണ്ടായത്. ഈ അമ്മച്ചി ഞങ്ങളെയൊക്കെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ അമ്മച്ചിയും ഈ മിഷണറിയായിട്ട് വന്നിട്ടുള്ള 2 മദാമ്മമാരുണ്ട്. അപ്പം ഞങ്ങളുടെയൊക്കെ വീടുകളിൻ്റെ അവിടെയൊക്കെ എന്ന് പറയുന്നത് ആനയെ കാണാനും ഒക്കെ ആയിട്ട് വരും. ഞങ്ങൾക്ക് മുട്ടായി തരും. വളരെ സൗഹാർദ്ദമായിട്ടുള്ള, എപ്പോഴും കണ്ടാലും അമ്മച്ചി എന്ന് പറയുന്നത് ഞങ്ങൾ അവസാനം, അതായത് എൻ്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് ഞാൻ അതിന് ശേഷം ആ വാർഡിലെ കൗൺസിലറായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുണ്ടായിരുന്നു. കാരണം അന്നൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്തൊക്കെ എന്നെ കൂടെ വിളിപ്പിക്കും. എൻ്റെ വിവാഹത്തിന് എന്നെ വിവാഹം കഴിഞ്ഞിട്ട് എന്നെ വിളിപ്പിച്ച് വളരെ കാര്യമായിട്ട്. ആ അമ്മച്ചിയുടെ പേരിലാണ് പിന്നീട് ഈ സ്കൂള് എലിസബത്ത് ജോയൽ മെമ്മോറിയൽ എന്ന് പേരിട്ടിരിക്കുന്നത് ഈ അമ്മച്ചിയുടെ പേരിലാണ്. അപ്പം ഞങ്ങളങ്ങനെ സ്കൂളിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ സ്കൂളിൽ എൻ്റെ സഹപാഠിയായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു തങ്കപ്പനുണ്ടായിരുന്നു, ബിരുന്തിയോട്ടുള്ള ഒരു തങ്കപ്പൻ. അതുപോലെ തന്നെ മറ്റേ രാജൻ, അങ്ങനെ ഒരുവിധമുള്ള. അതുപോലെ തന്നെ വേറെ ഒരു വസന്ത ഉണ്ടായിരുന്നു. LMSൽ വേറെ ഒരു ഗുരുതരമായ സംഭവം കൂടെ ആ ഇടയ്ക്കുണ്ടായി. ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്നതിൽ ഏറ്റവും ഒരു പ്രഗത്ഭയായിട്ടുള്ള നല്ല മിടുക്കി, ഇത്രയും നല്ല ഉയർന്ന ചിന്താഗതിയുള്ളൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ കുട്ടി അവിടെ ഏറ്റവും ആളുകൾക്ക് സാറുമാർക്കെല്ലാം ഏറ്റവും നമ്പർ 1 ആയിട്ടാണ് ഈ കുട്ടിയെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സഹപാഠി ഞങ്ങളുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് അവനെ ഒന്ന് പറ്റിക്കാനായിട്ട് ഞങ്ങളൊരു കാര്യം ചെയ്ത്, ഞാൻ ഈ കുട്ടിക്കൊരു അന്നത്തെ ക്ലാസ്സാണ് 4ാം ക്ലാസ്സിൽ ഒരു പ്രേമലേഖനം എന്നുള്ള രീതിയിൽ ഇയാൾ എഴുതുന്ന പോലെ ഒരു പേപ്പറിൽ എഴുതി ഈ പെൺകുട്ടിയുടെ ബുക്കിൻ്റെ ഇടയിൽ കൊണ്ടുവച്ചു. ആ കുട്ടി അറിയുകയോ ഒന്നും ചെയ്തതല്ല. അപ്പോൾ എൻ്റെ കൂടെ ഇത് എഴുതാൻ സഹായിച്ചത് ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഫ്രണ്ട് ചന്ദ്രൻ എന്നൊരു പാർട്ടിയാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ചന്ദ്രനാണ് എൻ്റെ കൂടെ എഴുതാനും ബുക്കിൽ കൊണ്ടുവയ്ക്കാനും ഒക്കെ സഹായിച്ചത്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഈ ഫ്രണ്ട് ചന്ദ്രൻ ഈ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് വളരെ അടുപ്പമെന്നുള്ളത്. ചുരുക്കം
ഈ ഈ കുട്ടി ഇത് കിട്ടിയ ഉടനെ തന്നെ സാറിനെ ഏൽപ്പിച്ചു. മാരാർ സാറിനെയാണ് ഏൽപ്പിച്ചത്. മാരാർ സാറിനെ ഏൽപ്പിച്ച് സാറ് ഇത് ക്രോസിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി ഇതാരാണെന്ന് നോക്കിയപ്പോഴത്തേക്കാണ് ഇവനെ തന്നെ ആദ്യം പിടിച്ച ചന്ദ്രൻ എൻ്റെ പേര് പറഞ്ഞു. മാരാർ സാർ അവിടെ വെച്ച് എന്നെ സുന്ദരമായിട്ട് നല്ല രീതിയിൽ പൂശി. അപ്പോൾ ആ ഇടയ്ക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ, കാരണം ഒരു 4ാം ക്ലാസ്സിലൊക്കെ ഞാൻ പതുക്കെ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രസ്സിൽ വരും. കച്ചേരിയിടയിലുള്ള അച്ഛൻ നടത്തിയിരുന്ന പ്രസ്സിലോട്ട് വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രസ്സിലോട്ട് വരാനായിട്ട് നിന്നപ്പം കാണാം, ഈ കുട്ടി താമസിക്കുന്ന വീട്ടിൻ്റെ നടുക്ക് നമ്മുടെ ഫ്രണ്ട് ചന്ദ്രൻ നിന്നിട്ട് കുട്ടിയുടെ അമ്മയുടെ അടുക്ക പറയുകയാണ്, എന്നെ ചൂണ്ടിക്കാണിക്കും. ഞാൻ ആ വീട്ടിൻ്റെ വാതിൽക്ക് എത്തിയപ്പോൾ ഈ അമ്മ അവരെന്നെ അങ്ങ് വിളിച്ച്, വേറെ ഇതൊന്നും പറഞ്ഞില്ല. ഞാൻ ആകെപ്പാടെ അങ്ങ് ചമ്മിപ്പോയി. ഇതൊക്കെ ചെയ്യാൻ കൊള്ളാമോ, ഇതൊക്കെ മോശമല്ലേ എന്നും പറഞ്ഞൊക്കെ കുറേ ഉപദേശങ്ങൾ തന്നു. അതിന് ശേഷം അവസാനം വരെ ഏകദേശം 10-20 വർഷം വരെ ഈ കുട്ടിയെ കാണുന്നത് തന്നെ എനിക്ക് ഫേസ് ചെയ്യുന്ന തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നു. പക്ഷേ അങ്ങനെയല്ലായിരുന്നു, വളരെ മാന്യമായിട്ട്. ഇപ്പം എന്തായിരുന്നാലും ആ മാന്യ സഹോദരി ഇപ്പം ഇല്ല, അകാലത്ത് അത് മരണപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത സഹപാഠി എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുക്കലുള്ള എൻ്റെ ഒരു ബന്ധുവും സുഹൃത്തുമൊക്കെയായ പാറവളയിൽ ബാബു. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അവസാനം കളിയാക്കി ചീറ് ബാബു എന്ന് വിളിക്കും. ആ സുഹൃത്തിന് അപ്പം ഞങ്ങൾ രണ്ടുമാണ് അടുത്ത. ബാബു പക്ഷേ പഠിക്കുന്നതെന്ന് പറയുന്നത് LMS LPS അല്ല. ബാബുവിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ടൗൺ UPS അധ്യാപികയായിരുന്നു. അപ്പോൾ അവിടെയാണ് ബാബു പ്രൈമറി തൊട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിലും ആളൊരു അഡ്വഞ്ചറസ് ആയതുകൊണ്ട് കുട്ടിക്കാലത്ത് തന്നെ എനിക്കുള്ള ഒരു ധൈര്യം തരുന്ന ഈ സുഹൃത്താണ്, എന്നൊക്കെ മുതിർന്നതാണ്. അങ്ങനെ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ സാധാരണ ഒരു വളരെ രസകരമായ സംഭവം, വീട്ടിൽ അച്ഛൻ ഈ ദശമൂലാരിഷ്ടം മേടിച്ചുകൊണ്ട് വയ്ക്കും. അപ്പോൾ അത് കുടിക്കാനായിട്ട് ഞങ്ങൾക്ക് ജലദോഷം ഇതൊക്കെ ഉള്ളപ്പോഴത്തേക്ക് ഇത് കുടിക്കാനായിട്ട് ഇത് തരും. അങ്ങനെ ഇത് ഒരു ചെറിയ കശർപ്പും മധുരമൊക്കെ ആയതുകൊണ്ട് എനിക്കിത് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോഴത്തേക്ക്, അപ്പോൾ എൻ്റെ അമ്മൂമ്മയ്ക്കെന്ന് പറയുന്നത് 70-75 വയസ്സായി. അച്ഛൻ്റെ അമ്മ ഒരു നല്ല നടു കൂനാണ്, മുണ്ടേ കൊടുത്തിട്ടുള്ള ഒരു തോർത്ത് വിടും. അപ്പോൾ അമ്മൂമ്മ എനിക്ക് വലിയ കാര്യമാണ്, എന്നെ അമ്മൂമ്മയ്ക്കും വലിയ കാര്യമാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്കാണ് ഒരു ദിവസം അമ്മൂമ്മയുടെ കൊടുക്കാമെന്ന് ഞാനൊരു 50 പൈസ തൊട്ട് ഒപ്പിക്കും. 50 പൈസയ്ക്കെന്ന് പറയുന്നത് ഭയങ്കര കാശാണ് അന്നത്തെ ഇതിൽ. കാരണം അന്ന് 1 പൈസ 2 പൈസയൊക്കെയാണ് അന്ന് ചായക്കും ഇതിനുമൊക്കെ ഉള്ളത്. അപ്പോൾ ഈ 50 പൈസ ഒപ്പിച്ചിട്ട് ഞാനും ബാബുവും കൂടെ, അപ്പോൾ ആ ഇടയ്ക്കാണ് നമ്മുടെ തിരുവിതാംകൂറിലല്ല നമ്മുടെ സംസ്ഥാനത്ത് മദ്യനിരോധനം വരുന്നത്. മദ്യനിരോധനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ഷാപ്പുകളെല്ലാം അങ്ങ് പൂട്ടി. അന്ന് ആറ്റിങ്ങലത്തെ ഒരു വലിയ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഉണ്ണി വൈദ്യൻ ശ്രീകൃഷ്ണ ഫാർമസി എന്ന പേര് തിരുവനന്തപുരം കേന്ദ്രമാക്കി ഒരു ആശുപത്രി ശൃംഖല തന്നെ ഉണ്ടായിരുന്നു, വൈദ്യശാല ശൃംഖല. ആ വൈദ്യശാല ശൃംഖലയുടെ ഒരു ബ്രാഞ്ച് ഈ LMS ജംഗ്ഷനിലും തുടങ്ങി. ഇവിടെ അറിയപ്പെടുന്ന ഒരു രാമൻകുട്ടി ആശാൻ എന്ന് പറയുന്ന ഒരു പാർട്ടിയായിരുന്നു ഇതിൻ്റെ ഫ്രാഞ്ചൈസി. അതായത് വൈദ്യശാല സാറിന് ഇവിടെ ഇറക്കി വയ്ക്കും, വിൽക്കുന്ന കാശിൻ്റെ ഒരു കമ്മീഷൻ കഴിച്ചിട്ടുള്ള കാശ് രാമൻകുട്ടി ആശാൻ ഉണ്ണി വൈദ്യന് കൊടുക്കണം. അപ്പം ഞങ്ങളിത് നോക്കിയപ്പോൾ എനിക്ക് ആകെ അറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ദശമൂലാരിഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അരിഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം ഇവിടെ ഇതെല്ലാം കിടക്കുമെന്നുള്ളൊരു ധാരണ എൻ്റെ മനസ്സിലും ഉണ്ടായി. അങ്ങനെ ഞാൻ ബാബുവിനെ രഹസ്യമായിട്ട് പറഞ്ഞിട്ട്, ബാബു ഇങ്ങനെ ഒരു സംഗതിയുണ്ട്, കാശ് ഞാൻ ഒന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് പോകാമെന്നും പറഞ്ഞു. ഒരു ദിവസം വന്ന ഇടയ്ക്ക്, കാരണം ഞാൻ വരുന്ന LMS കയറും, ബാബു നേരെ നടന്നങ്ങ് ടൗൺ UPS വരും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ബാബുവുമായിട്ട് ഈ രാമൻകുട്ടി ആശാൻ്റെ കടയിലേക്ക്, അപ്പോൾ ഈ കടയിൽ പോകുന്നത് തൊട്ടപ്പുറത്തുള്ള കക്കാപ്പര, തയ്യക്കട, മറ്റേ ഈ
മുറുക്കാങ്കട, അതുപോലെ തന്നെ ഈ മറ്റേ ബാർബർ ഷാപ്പ്, ഇവിടെയൊക്കെയുള്ള ആൾക്കാർക്ക് കാണാം. അങ്ങനെ ഞാനും ബാബുവുമായിട്ട് നേരെ ഈ കടയിൽ ചെന്നിട്ട് ഈ 50 പൈസ വലിയ ചുട്ടാണ് അടിച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ബാബുവാണ് പറയുന്നത്. കാശ് ഞാൻ ബാബുവിൻ്റെ കയ്യിൽ കൊടുത്ത് ബാബുവാണ് അടിച്ചു വയ്ക്കുന്നത്. ബാബു പറഞ്ഞ് 2 ഗ്ലാസ് അരിഷ്ടമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഈ ദശമൂലാരിഷ്ടമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇരിക്കുന്ന അവിടെ അപ്പോഴത്തേക്ക് ഇത് കുടിക്കൊണ്ടിരുന്ന ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ മുഖത്ത് മുഴുവൻ വസൂരിക്കലയുള്ള കുംഭം വീശയുള്ള ഒരു ഡ്രൈവർ, അദ്ദേഹം ആലങ്കോട്ടുള്ളതാണ്. പിന്നീടാണ് ഇതെല്ലാം അറിയുന്നത്. അവൻ ബാബു അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ് 2 ഗ്ലാസ് അരിഷ്ടം, ദശമൂലാരിഷ്ടം എന്ന് പറഞ്ഞു. ദശമൂലാരിഷ്ടം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈദ്യർ പറഞ്ഞിട്ട് ഇവിടെ ദശമൂലാരിഷ്ടം കിട്ടില്ല, ഇവിടെ വിപ്ലവാരിഷ്ടമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ബാബു എത്തി ചൂടായിട്ട് പറഞ്ഞു ഏതരിഷ്ടമായാലും ശരി 2 ഗ്ലാസ് അരിഷ്ടം തരാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്ന് ചോദിക്കുന്നത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പിള്ളേരാണ്. എന്തായിരുന്നാലും രാമൻകുട്ടി ആശാൻ 2 ഗ്ലാസ്സിൽ കുറേശ്ശെ ഒഴിച്ച് തന്നിട്ട് ഞങ്ങളവിടെ കുടിച്ചോളാൻ പറഞ്ഞു. ഞങ്ങളിത് മേടിച്ച് കുടിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് ഇത്രമാത്രം ഗുരുതരാവസ്ഥ ഇതൊന്നും അറിഞ്ഞില്ല. നമ്മൾ കേട്ടിട്ടുള്ള ദശമൂലാരിഷ്ടത്തിൻ്റെ കാര്യമാണ് ആകെ കേട്ടത്. പക്ഷേ ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ബാക്കി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിഞ്ഞിറങ്ങി. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ ഇരുന്ന ഡ്രൈവർ വസൂരിക്കുള്ള മുതലാളി പറഞ്ഞിടാ കൊള്ളാണ്ടടാ നീയൊക്കെ ഇത്ര കൊച്ചിലെ വെള്ളമടി തുടങ്ങിയ. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഗുരുതാവസ്ഥയോ ഇത് വിപ്ലവാരിഷ്ടമാണെന്നുള്ളതൊന്നും തന്നെ അറിഞ്ഞുകൂടാ. ആകെ കാണിച്ച ഒരു ഇതെന്ന് പറയുന്ന അമ്മമ്മയുടെ 50 പൈസ മോട്ടിച്ചു, കടയിൽ പോയി തൻ്റെ ഇടമായിട്ട് പോയി ചോദിച്ചെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എന്തായിരുന്നാലും ആ സംഭവത്തോടുകൂടി ഞങ്ങളവിടെ കുപ്രസിദ്ധരായി. ഭാഗ്യത്തിന് ഈ വിവരം എങ്ങനെയോ അച്ഛൻ മാത്രം അറിഞ്ഞില്ല. അപ്പോൾ സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്കെല്ലാം സാറുമാരെല്ലാം നോക്കുന്നതെന്ന് പറഞ്ഞവന്മാർ ഞാനേ ഉള്ളൂ. ബാബു ടൗൺ ഓഫീസിലുള്ളതാണ്. അപ്പോൾ എന്നെ കാണുന്നത് തന്നെ ഒരു വലിയ പെശവ് പാർട്ടി എന്നുള്ള രീതിയിലായി നമ്മളെ. അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും 4ാം ക്ലാസ്സിൽ എങ്ങനെയെങ്കിലും പരീക്ഷ എഴുതി ജയിച്ചു. അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് പിന്നെ UP-യിൽ പോകണം. അപ്പോൾ UP-യിൽ പോകാനായിട്ട് മെയിനായിട്ട് പ്രധാന സ്കൂളെന്ന് പറയുന്നത് BTS, അന്നത്തെ BTS എന്ന് പറയും. അതിന് മുമ്പ് മലയാളം പള്ളിക്കൂടം, BTS, ഡയറ്റ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആ സ്കൂളിലാണ് ഒരുവിധമുള്ള നല്ലപോലെ പഠിക്കുന്ന പിള്ളേരും ആദ്യം കുട്ടികളെ സ്കൂളിലാക്കാനായിട്ട് രക്ഷകർത്താക്കളുടെ പ്രാധാന്യം കൊടുക്കുന്ന ഈ ബേസിക് ട്രെയിനിങ് സ്കൂളിലാണ്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് ടൗൺ UPS. അപ്പം ഞാൻ ഈ പരീക്ഷയൊക്കെ കഴുതി 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിൽ പോകുന്ന സമയമായപ്പോഴത്തേക്ക് അവിടെ സ്ഥലം മാറിയ പുതിയ ഒരു HM വരും, മുസ്തഫ സാറെന്ന് പറയും. അന്ന് പ്രസിഡൻ്റിൻ്റെ മെഡൽ കിട്ടിയ ഒരു അധ്യാപകൻ ഇവിടെ ഹെഡ് മാസ്റ്ററായിട്ട് വരും. അപ്പോൾ അച്ഛൻ പറയും നല്ല പ്രസിഡൻ്റ് അധ്യാപനം കിട്ടിയ അധ്യാപനല്ലേ, അതുകൊണ്ട് നീ BTS പോകണ്ട, ടൗൺ UPS പോകാം. അതേസമയം ബാക്കിയുള്ള നല്ല കുട്ടികളെല്ലാം കൊണ്ടാക്കിയത് BTSലാണ്. BTSൽ അന്ന് നിലമ്പേരൂർ മധുസൂദനൻ സാറെന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിനെ ഞങ്ങൾ ഇടം പേരിട്ട് വിളിക്കുന്ന വാടികെ പോകുന്നതാണ്. അങ്ങനെ ഞാനും എൻ്റെ സഹപാഠിയായിട്ടൊരു ചന്ദ്രൻ, TV അവിടെയുള്ള മിഷ്യമുക്കിലുള്ള ചന്ദ്രൻ, പിന്നെ എനിക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടി നാലുമുക്കിലുള്ള അസീം, മറ്റേ കൊല്ലമ്പഴയുള്ള അതായത് നമ്മുടെ കൊടുമണ്ണിലുള്ള ഒരു രാമസ്വാമി, പിന്നെ അതുപോലെ 2-3 അധ്യാപകർ എല്ലാം. കാരണം ഈ ഏറ്റവും പഠിക്കാൻ മിടുക്കന്മാരെല്ലാം സർവത്ര കുഴപ്പമുള്ള കേസുകളായിരുന്നു ഈ പാർട്ടികളെല്ലാം, ഞാനൊഴിച്ച്. അപ്പോൾ അങ്ങനെ ക്ലാസ്സുമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ദിവസവും ഞങ്ങൾ ക്ലാസ്സിൽ പോകും. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് വീട്ടിൽ നിന്ന് തന്നിരിക്കുന്ന ഒരു ഇതിട്ടുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ചാക്ക് സഞ്ചിയുണ്ട്. അന്ന് ഈ ബാഗുകളൊന്നും ഇറങ്ങി തുടങ്ങിയില്ല. ഒരു ചാക്ക് സഞ്ചി സ്ലേറ്റിലെന്ന് പറയുന്ന ഒരു പുസ്തകം വെച്ചിട്ട് റബ്ബർ കുറുക്കെ ഇട്ടിട്ട് ഈ സ്ലേറ്റ് ഇതും ഇട്ടുകൊണ്ടാണ് ഈ ചാക്ക് സഞ്ചിയിലാണ് കൊണ്ടുപോകുന്നത്.
ആ ഇടയ്ക്കൊക്കെ ചില ഈ ടൗൺ ഓഫീസിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് ഈ കുറേ കാശുള്ള വീട്ടിലെ കുട്ടികളൊക്കെ എന്ന് പറയുന്നത് ഈ അലൂമിനിയം പെട്ടിയൊക്കെ ഇറങ്ങിയ സമയമാണ്. അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് ഈ ചാക്കസഞ്ചിയും തൂക്കി ഒരു കോണായിട്ടൊരു സ്ലേറ്റിലൊരു ഒരു ബെൽറ്റ് പോലെ ഒരു റബ്ബർ വലിച്ചിടും. അതിൻ്റെ കൂടെ രണ്ടൊന്ന് പെൻസില്, മറ്റേ സ്ലേറ്റ് എഴുതുന്ന പെൻസിലും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുന്നത്. ഇത് മായ്ക്കാനായിട്ട് കുറേ ഞവര കാണും, അതുപോലെ തന്നെ മഷിത്തണ്ടിൻ്റെ തണ്ടുകൾ മുറിച്ചിട്ടേക്കും. അപ്പോൾ ഇതുമായിട്ടാണ് ഞങ്ങൾ സ്കൂളുകളിൽ പോകുന്നത്. മറ്റേ ഈ സ്ലേറ്റ് പെൻസിലെന്ന് പറഞ്ഞാൽ ഏകദേശം തേഞ്ഞ് ഒരു പൊട്ടി ഒരു 2 തുണ്ട് കാണും. ഞങ്ങളെല്ലാം ബാക്ക് ബെഞ്ച് പാർട്ടികളാണ്. ബാക്ക് ബെഞ്ച് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് പഠിക്കുന്ന നല്ല കുട്ടികളെല്ലാം ഫ്രണ്ടിൽ ഇരിക്കും. ബാക്കിൽ വന്ന് ചില വികൃതികളായിട്ടുള്ള പാർട്ടികളായിരിക്കും ഈ ബാക്കിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ക്ലാസ്സുമൊക്കെ ആരംഭിച്ചു. അപ്പം ഞങ്ങളുടെ അവിടെ എന്ന് പറയുന്നത് കാലത്ത് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള ഈ റോൾ കാള അതെല്ലാം ഈ അസംബ്ലി ഒന്നുമില്ല. അതേസമയം BTS ബേസിക് ട്രെയിനിങ് സ്കൂളിൽ നിലമ്പേരൂർ മധുസൂദനൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ടായി. അതിലൊന്നാണ് കാലത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള അസംബ്ലി. അതുപോലെ തന്നെ മറ്റേ മൈക്ക് വെച്ച് അസംബ്ലിക്ക് റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്ക് ആ ട്യൂൺ അനുസരിച്ച് വരക്കം. ഇതൊക്കെ അന്ന് മധുസൂദനൻ സാറിൻ്റെ ഓരോ ചടങ്ങുകളായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് സ്കൂൾ വിട്ടിട്ട് നേരത്തെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് അവിടെ അസംബ്ലി ചെയ്യാൻ നടക്കുന്നതായിരുന്നു. അതായത് ടൗൺ UPSCന്ന് 4 മണിക്ക് ക്ലാസ് വിട്ട് നടന്ന് വരുമ്പോൾ BTSൻ്റെ നടയിലെന്ന് പറഞ്ഞാൽ അവർ ഈ ജനഗണമന പാടുകയായിരിക്കും. അതുപോലെ തന്നെ കാലത്തെ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ നടന്നു വരുന്ന സമയത്തൊന്നും അവിടുത്തെ അസംബ്ലി കാലത്തെ പ്രാർത്ഥനാഗീതമാണ്. അപ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഇവരെടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരുമാതിരി വെറുപ്പ് പോലെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പരിപാടി ഇട്ടിട്ട് ഞാനും നമ്മുടെ ഫ്രണ്ട് ചന്ദ്രനും, ഞങ്ങൾ 2 പേരേ ഉള്ളൂ, ഞങ്ങൾ 2 പേരും പരിപാടി ഇട്ടിട്ട് അവിടെ വന്നിട്ട് പതുക്കെ BTSൻ്റെ അവിടെ ഫ്രണ്ടിൽ 2-3 കടകളുണ്ട്. അതൊന്നും നമുക്കറിയാം, അല്ല അവിടെ അവരൊക്കെ നമ്മളെ അറിയാമോ എന്നുള്ളതൊന്നും നമുക്കറിഞ്ഞുകൂടായിരുന്നു. ഒരു ദിവസം വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ വാതിക്ക് വന്നിട്ടുണ്ട്, വാഴയ്ക്കപ്പോൾ ഒന്ന് വിളിച്ചു. 2-3 പ്രാവശ്യം വിളിച്ചപ്പം ഗേറ്റ് തുറന്ന് പ്യൂണാൻ കണ്ട് ഇറങ്ങുന്ന കണ്ടുകൊണ്ട് ഞങ്ങളങ്ങ് ഓടിപ്പോയി. പിറ്റേ ദിവസം ഇത് വൈകുന്നേരമാണ് സംഭവം. പിറ്റേ ദിവസം സ്കൂളിൽ വന്നപ്പോഴത്തേക്കാണ് ഞങ്ങളെ 2നെയും പിടിച്ചു. ക്ലാസ്സിൽ വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയി. ചോദിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ 2ഉം വന്ന് ഇവിടെ ഈ വഴക്കേപ്പോൾ ഒന്ന് വിളിച്ചെന്നുള്ള രീതിയിൽ ആ വിവരം ആരോ മുസ്തഫ സാറിൻ്റെ അടുക്ക, അതായത് ഹെഡ് മാസ്റ്റർ അടുക്ക അറിയിച്ചിരിക്കുന്നു. മുസ്തഫ സാർ ഞങ്ങളെ 2നെയും വിളിച്ചിട്ട് പറഞ്ഞു, പോയി രക്ഷകർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നത്. 5ാം ക്ലാസ്സിലാണ്. അപ്പം വീട്ടിൽ അച്ഛൻ എന്നെ അടിക്കാറേ ഇല്ല, അടിച്ചിട്ടുമില്ല. മുതിർന്ന ചേട്ടന്മാർ 2 പേരുണ്ട്. അവർ ഞാനുമായിട്ട് ഒരു 4 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുക്ക് എങ്ങനെയാലും ചെന്ന് പറയാനായിട്ട് എനിക്കൊരു പേടി. അന്ന് പ്രസ്സിക്കൂടെ തന്നെ അച്ഛൻ്റെ സ്ഥാപനത്തിൽ കൂടെ തന്നെ അവിടെ ജോലിക്ക് വരുന്ന ഒരു മാമനുണ്ട്, സ്വന്തത്തിൽപ്പെട്ടൊരു മാമൻ. ആ മാമനുമായിട്ട് ഞാൻ സ്വാതന്ത്ര്യമായിട്ട് സംസാരിക്കും. ഞാൻ മാമൻ്റെ അടുക്ക പറഞ്ഞു, മാമ ഇങ്ങനെയാണ് കാര്യം, മാമനൊന്ന് സ്കൂൾ വരെ വരണം, രക്ഷാകർത്താവായിട്ട് വരണം, എന്നാലേ എന്നെ കയറ്റി വിടുകയുള്ളൂ. എന്തായിരുന്നാലും മാമൻ വരാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മാമൻ രഹസ്യമായിട്ട് അങ്ങ് വന്നു, സ്കൂളിൽ വന്നിട്ട് ചോദിച്ചു. അപ്പം മുസ്തഫ സാർ, അപ്പം ഞാൻ വിചാരിച്ചു മുസ്തഫ സാറിന് അച്ഛനെ അറിഞ്ഞുകൂടാന്നായിരിക്കും. മുസ്തഫ സാർ വന്ന് ചോദിച്ചിട്ട് എന്ത്, അപ്പം മാമൻ്റെ പേര് ജനാർദ്ദനുള്ള എന്നാണ്. എന്ത് ജനാർദ്ദനുള്ള? അത് ഇങ്ങനെ, അതിന് ഇവൻ്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനല്ലേ പറഞ്ഞത്, നിങ്ങളെ വിളിച്ചുകൊണ്ട് വരാനല്ലല്ലോ പറഞ്ഞത്. കൃഷ്ണനായർ അവിടെ ഇല്ലയെന്ന് ചോദിച്ചു. കൃഷ്ണനായർ എന്ന് പറഞ്ഞ അച്ഛൻ. എന്നിട്ട് എന്നെ പിടിച്ചൊരു 5-6 അടി. അടിയെന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് ആ അടിയുടെ വേദന എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടെ. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം, ഞാൻ വിചാരിച്ച് മുസ്തഫ സാറിന് അച്ഛനെ അറിഞ്ഞുകൂടാ, അതിന് പകരം വിളിച്ചുകൊണ്ട് വന്നതാണ്. എന്തായിരുന്നാലും ആ അടിയോടുകൂടി LMS സ്കൂളിൽ കെട്ടി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കാണ്
അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ന് ടൗൺ ഹാൾ കിടക്കുന്നുള്ളതെന്ന് പറയുന്നത് അന്ന് അവിടെ കെട്ടിടമൊന്നുമില്ല, മുനിസിപ്പാലിറ്റി കെട്ടിയ ഒരു വെറും തറയായിരുന്നു. അപ്പോൾ അവിടെ സൈക്കിളെഞ്ചം വന്നു. അപ്പോൾ സൈക്കിളെഞ്ചത്തിൻ്റെ അന്ന് സൈക്കിളെഞ്ചം എന്ന് പറയുന്ന ഗോപി, അതായത് സൈക്കിളിൽ നിന്ന് ഇറങ്ങാതെ ഇത്ര ദിവസം രാവും പകലും സൈക്കിളിയെ വിട്ടുനിന്ന് അതിനിടയ്ക്ക് നമ്മുടെ അതിനകത്ത് ഈ ഡാൻസുണ്ട്, ഡാൻസർ തമ്പി എന്നും പറഞ്ഞ് ചെറിയൻകീഴെന്നുള്ളൊരു പാർട്ടി, ഈ കക്ഷി ആ പാർട്ടി പിന്നെ ഫിലിം വേൾഡിലൊക്കെ പോയി കുറേ സിനിമയിലൊക്കെ അഭിനയിച്ചാണ്. അങ്ങനെ ഈ തമ്പി അല്ല ഈ ഗോപി എന്ന് പറയുന്ന പാർട്ടി ആറ്റിങ്ങൽ ഈ ഇത് തുടങ്ങി, സൈക്കിളഞ്ചം തുടങ്ങി. അപ്പം ഞങ്ങൾ കാലത്തെ വരുമ്പോഴത്തേക്ക് ഈ ചുറ്റും വളച്ച് കെട്ടിയിട്ട് സൈക്കിളഞ്ചമാണ്. റെക്കോർഡ് ഡാൻസ് ഉണ്ട്, അതിനകത്ത് പിന്നെ ജോക്കറുണ്ട്. അന്നത്തെ ഏറ്റവും അന്ന് ഉള്ള പ്രധാനമായിട്ടുള്ള വിനോദോപാധികൾ എന്ന് പറയുന്ന ഇടയ്ക്ക് വരുന്ന ഈ സൈക്കിളഞ്ചം, സർക്കസ്, അതുപോലെ തന്നെ ഗുസ്തി. മനുഷ്യർക്കുണ്ടാകുന്ന ഈ ഉത്സവം കൂടാതെയുള്ള വിനോദ പരിപാടികൾ എന്ന് പറയുന്നത് ഇത് മൂന്നുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്പമുണ്ട്, കമ്പം, പരവൂർ കമ്പം, ബാക്കി ഓരോ സ്ഥലത്തെന്ന് പറഞ്ഞാൽ വലിയ കമ്പം, ആയിരം ലക്ഷങ്ങളുടെയൊക്കെ, ലക്ഷമൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. നമ്മുടെയൊക്കെ ടൈമിലെന്ന് പറയുന്നത് 10,000, 50,000, 60,000 അങ്ങനെ ഓരോ തുകയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കിളഞ്ചം നടക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഇവിടെ സൈക്കിളഞ്ചം. അപ്പോൾ ഇത് പതുക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് അവിടെയൊക്കെ ഒന്ന് കയറി സമയം അങ്ങ് പോയി. ഇതിനിടയ്ക്ക് ഈ സൈക്കിളഞ്ചത്തിൽ ഈ കൊച്ചിനെ തോളിയിരുത്തി സൈക്കിളെ ഓട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം നോക്കിയപ്പം വളരെ ചെറുതായിട്ട് ഞാൻ ഇത് ബുക്കുമായിട്ട് നിൽക്കുന്നത്, എന്നെ പിടിച്ചങ്ങ് സൈക്കിളഞ്ചം ഗോപി തോളിലെടുത്തിട്ട് സൈക്കിളെ ഓട്ടൊക്കെ തുടങ്ങി. അപ്പം ഈ വിവരം അപ്പം അന്ന് 10-11 മണിയായി. ഈ വിവരം ചെന്ന് ആരോ പ്രസിച്ചെന്ന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ മാനേജർ എന്നാണ് അച്ഛനെ വിളിക്കുന്നത്. മാനേജർ മോഹൻ അവിടെ സൈക്കിളഞ്ചത്തിൽ ചവിട്ടുന്ന പാർട്ടിയുടെ തോളിയില്ലെന്ന്. അങ്ങനെ ഈ വിവരം അറിഞ്ഞ് അവിടെ നിന്ന് പ്രസിന്ന് അച്ഛൻ ഈ പറഞ്ഞ മാമൻ എന്ന് പറഞ്ഞ പാർട്ടിയെ പറഞ്ഞയക്കുന്നു. അപ്പം അന്നും കുറച്ച് വഴക്ക് പറഞ്ഞല്ലാതെ ഇതിനൊന്നും അച്ഛൻ എന്നെ അടിയേരില്ല. ആകെപ്പാടെ അച്ഛൻ എന്നെ അടി തന്നിട്ടുള്ളതെന്ന് ഒരൊറ്റ പ്രാവശ്യമാണ്. പക്ഷേ വീട്ടിലെന്ന് പറഞ്ഞാൽ അമ്മ ഇതറിഞ്ഞാൽ അമ്മ അടിയേറി. അപ്പോൾ ഈ സൈക്കിളഞ്ചം കേസും അതും അന്ന് തീർക്കാനായിട്ട് നമ്മുടെ മാമൻ തന്നെ വന്ന് ഇനി ചെയ്യില്ല എന്നൊക്കെ ഉറപ്പ് തന്ന് ഞാൻ വീണ്ടും നമ്മുടെ ടൗൺ UPSലെ വിദ്യാഭ്യാസ പരിപാടികൾ പുനരാവർത്തിച്ചിട്ടുണ്ട്. അന്ന് എൻ്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയുന്ന ഒന്ന് ഈ അസീം, നാലുമുക്കിലുള്ള അസീം, വിവോ ട്രാവൽസ് നടത്തുന്ന അസീം, പിന്നെ ഗോപാലസ്വാമി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കൊടുമൺ ക്ഷേത്രത്തിനോട് ചേർന്ന ആ റോഡ് സൈഡിലിരുന്ന ഒരു ഗോപാലസ്വാമി, പിന്നെ ഒരു പൊന്നയ്യനുണ്ടായിരുന്നു. ഈ ഗോപാലസ്വാമിയും പൊന്നയ്യനെയും ബാല്യത്തിൽ പിരിഞ്ഞു പോയിട്ടെന്ന് പറയുന്നത് പിന്നെ ഇവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആ ഇടയ്ക്ക് നമ്മൾ ടൗൺ UPSൽ തന്നെ ഈ ഇതൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ കൂടെ പല പ്രോഗ്രാമുകളും ഇവിടെ ഉണ്ടാവും. ചിലപ്പോൾ ഈ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ സിനിമാ പ്രദർശനം വലിയൊരു മറ്റേ കൊണ്ടുവന്ന് സ്ക്രീൻ വലിച്ചു കെട്ടി വാനിൽ കൊണ്ടുവന്ന് സിനിമകൾ കാണിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഗുസ്തി ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന വിനോദങ്ങൾ. എന്തായിരുന്നാലും ടൗൺ UPSൽ പഠിച്ച് 5ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് 6ാം ക്ലാസ്സിൽ അഡ്മിഷൻ വരുന്ന സമയം ആറ്റിങ്ങൽ ബോയ്സ് ഹൈസ്കൂളിൽ അന്ന് 6ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം തുടങ്ങി. ഇതറിഞ്ഞുകൊണ്ട് ഞാനും ഞങ്ങളുടെ ക്ലാസ്സിലുള്ള അസീം, ഗൗരി തിയേറ്ററിൻ്റെ അടുത്ത് സമീപത്ത് താമസിക്കുന്ന സുരേഷ് എന്ന് പറയുന്ന അന്ന് സുരേഷിൻ്റെ അച്ഛനെന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. അപ്പോൾ അന്ന് കയ്യിൽ വാച്ചും BSA സൈക്കിളിലും വരുന്ന ഒരൊറ്റ ഏക വ്യക്തി എന്ന് പറയുന്നത് സുരേഷാണ്. വളരെ സമ്പന്നമായ ഒരു ചുറ്റുപാടിൽ നിന്ന് വരുന്ന സുരേഷ്, അതുപോലെ മൂട്ടി പഞ്ഞി വെച്ച പെൻസിൽ, അന്ന് ഇതൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ സുരേഷാണ് അവിടെ ക്ലാസ് മോണിറ്റർ ഇതൊക്കെയായിട്ട് വളരെ ഷൈനിങ് ഫിഗറായിട്ട് നിൽക്കുന്ന സുരേഷാണ്. അപ്പം ഞങ്ങൾ സുരേഷുമായിട്ടെന്ന് പറഞ്ഞാൽ വളരെ അടുപ്പമില്ല. ഞങ്ങൾ ഇതെന്ന് പറയുന്നത് ഞാൻ, രാമസ്വാമി, അസീം, ഫ്രണ്ട് ചന്ദ്രൻ, ഇത്രയും പേരാണ് ഞങ്ങളുടെ ഒരു ഗാങ്ങിൽ വരുന്നത്. അതുപോലെ തന്നെ മുസ്തഫ സാറിൻ്റെ മോനും ഞങ്ങളുടെ ക്ലാസ്സിലാണ്, റഷീദ്. ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ടെസ്റ്റ് നടത്തിയാണ് അവരെടുക്കുന്നതെന്ന് പറഞ്ഞ് ടെസ്റ്റ് നടത്തി.
എനിക്കും അസീമിനും അഡ്മിഷൻ കിട്ടി. എനിക്ക് കിട്ടി, അസീമിന് കിട്ടി, സുരേഷിന് കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഹൈസ്കൂളിലേക്ക് വരികയാണ്. അപ്പോൾ ഹൈസ്കൂളിൻ്റെ അന്നത്തെ രീതി എന്ന് പറയുന്നത്, അവിടെ ചെല്ലുന്ന തന്നെ അവിടെ പഠിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് എല്ലാം നല്ല ഒത്ത തടിയുള്ള വലിയ പുരുഷന്മാരാണ്. അന്ന് ഈ ആൾ പാസ്സൊന്നുമില്ല. 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ 2-3 വർഷം പാസ്സായി കിടക്കുന്ന ഏകദേശം കല്യാണം കഴിക്കാൻ പ്രായമുള്ള പാർട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 6ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങളെല്ലാം അവർക്ക് വേണമെങ്കിൽ എടുത്തുകൊണ്ട് കിടക്കുന്ന പ്രായത്തിലുള്ള പിള്ളേർ സെറ്റാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു വ്യത്യസ്ത അന്തരീക്ഷം മറ്റേ ഈ വലിയവർ ഇപ്പം കളിക്കാനെന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രൗണ്ടിൽ ചെന്ന് കളിക്കാൻ പറ്റില്ല. ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ ഗ്രൗണ്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഈ കായിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായ ഒരു സമയമാണ്. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് ചെന്ന് നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഈ ചില പാർട്ടികൾ പലപ്പോഴും ഫുട്ബോൾ കൊണ്ട് നമ്മളെ മുതുകിലടിക്കും. ഈ ഗ്രൗണ്ടിൽ നിന്ന് കയറി പോകാനായിട്ട് 1-2 അടി കൊള്ളുമ്പോൾ ഇവരിഞ്ഞ് കയറി വരും. ചിലർ അടി കൊണ്ടാൽ ഈ അടിയും കൊണ്ട് കളിക്കാനായിട്ട് വെക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ സപ്രസ് ചെയ്ത്, അതായത് ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഈ 21 വയസ്സും 20 വയസ്സിൻ്റെ ഇടയിൽ 10 വയസ്സും 12 വയസ്സുകാരനും ചെന്ന് സംഘർഷത്തിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യം. ആ സമയത്താണ് ഞങ്ങൾ ഹൈസ്കൂളിലേക്ക് വരുന്നത്. ഹൈസ്കൂൾ എന്ന് പറയുന്നത് 28 ഏക്കറിന് അപ്പുറം ഹൈസ്കൂളിന് എന്ന സ്ഥലമുണ്ട്. ഇന്ന് കിടക്കുന്ന ആറ്റിങ്ങൽ കോളേജ്, ആ വിവി ക്ലിനിക് ഇടവഴിയിലുള്ള ആ പ്രദേശം, അതുപോലെ കുറേയേറെ പാടശേഖരങ്ങൾ. ആ പാടശേഖരങ്ങളിൽ ആറ്റിങ്ങൽ ഹൈസ്കൂളിൻ്റെ അഗ്രികൾച്ചർ വിഭാഗം ഉണ്ടായിരുന്നു. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ വ്യാഖ്യാനിക്കാൻ നിന്ന ഒരുപാട് സമയവും സ്ഥലവും നമ്മൾ ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഞങ്ങളുടെ ക്ലാസ് ആദ്യം തുടങ്ങുന്നത്, ഇന്ന് മറ്റേ ബോയ്സ് സ്കൂളിലോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്ന ആസ്പെറ്റോസ് ഷെഡിലായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ക്ലാസ്. ആ ക്ലാസ് ടീച്ചറിൻ്റെ പേര് മാധവൻ സാറ്. നല്ല കനമുള്ളൊരു മാധവൻ സാറ്. പിന്നെ കുഞ്ഞുവിഷമുള്ള സാറ്. അങ്ങനെ 2-3 പാർട്ടികൾ വളരെ ഇതായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവരൊക്കെയായിരുന്നു അവിടുത്തെ അന്നത്തെ. ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യത്തെ ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ കുഞ്ഞീഷമുള്ള സാറ്, നാവായിക്കുളത്തു നിന്നുള്ള കുഞ്ഞീഷമുള്ള സാറായിരുന്നു അവിടുത്തെ അധ്യാപകൻ. അപ്പോൾ ഇന്ന് കോളേജ് കിടക്കുന്ന കെട്ടിടം ആ ഭാഗം മുഴുവൻ പറങ്ങാങ്കാടാണ്. അന്ന് ഈ സ്കൂളിനെ അറിയപ്പെടുന്ന തന്നെ ചുടുകാട്ടി പള്ളിക്കൂടം എന്നാണ്. ഒരു പഴയ ശ്മശാനമായിരുന്നു ഈ സ്കൂൾ കിടന്ന സ്ഥലമെന്ന് പറയുന്നത്. അതാണ് ഗ്രാജുവലായിട്ട് ഹൈസ്കൂളായിട്ട് മാറിയത്. പുരുഷന്മാരെ ബോയ്സ് ഹൈസ്കൂളായിട്ട് മാറിയത്. അന്ന് ഈ വലിയ ഉയർന്ന ക്ലാസ്സുകളുടെ എന്ന് പറഞ്ഞാൽ എല്ലാം മുതിർന്ന കുട്ടികളാണ്. അപ്പോൾ അവർ വലുതായിട്ട് ഉപദ്രവിക്കും. അവരെ ടീസിങ്ങും ബാക്കിയൊക്കെ എന്ന് പറയുന്നത് വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ചും കൊച്ചു പിള്ളേരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപദ്രവമാണ്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ അന്വേഷിച്ചപ്പം കാണാം യുവന്മാരെ കായികമായിട്ട് നേരിടാനായിട്ട് പറ്റില്ല. കാരണം ഒരു തട്ട് തന്നാൽ നമ്മൾ വീഴാനേ ഉള്ളൂ. അങ്ങനെ നോക്കിയപ്പോഴാണ് വീട്ടിൽ ജോലിക്ക് വരുന്ന ആൾ പറയുന്നത്, വീട്ടിൻ്റെ അവിടെ മുഴുവൻ അന്ന് പന്തടിച്ച് കിടപ്പുണ്ട്, പുറത്ത് ചൊറിയുന്ന നായ്ക്കുറിണി. ഇതിട്ട് കഴിഞ്ഞാൽ എത്ര ഇട്ടാലും ഇതിൻ്റെ ചൊറിയെന്ന് പറഞ്ഞ് തീരുമില്ല. അപ്പോൾ ഇതെടുക്കുന്ന മഞ്ഞ് വീണിരിക്കുന്ന സമയത്ത് വേണം ഇതെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് എടുക്കുന്ന പാർട്ടിയുടെയും പുറത്ത് വീഴുമെന്ന് ആരോ പറഞ്ഞു. ഞാനിത് നമ്മുടെ വീട്ടിലുള്ള ജോലിക്ക് വരുന്ന അവിടുത്തെ ഒരു പാർട്ടി പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാനിത് മുഴുവൻ ചുരണ്ടി ഒരു ചെറിയ ഡപ്പിക്കകത്ത് ഒരു ചെറിയ കുപ്പിക്കകത്താക്കി വെച്ചു. ആ ഇടയ്ക്കാണ് ഈ ബോയ്സ് ഹൈ സ്കൂളിൻ്റെ ഒരു സെലിബ്രേഷൻ, എത്രയോ വർഷമായ ഒരു സെലിബ്രേഷൻ അവിടെ നടന്നതും. ആലുംമൂടൻ്റെ മൂട്ടയായിരുന്നു അതിനകത്ത് ഒരു മെയിൻ പരിപാടി. അതുപോലെ വളരെ വിപുലമായ ആഘോഷമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ ആഘോഷം വന്നപ്പോഴത്തേക്ക് ഞങ്ങളൊരു പരിപാടി ഇട്ടു. അതായത് ഒന്ന് ഞാൻ, അതുപോലെ തന്നെ പിന്നീട് കോളേജ് അച്ചീവനായിട്ട് മാറിയ PS മോഹനകുമാർ, അതുപോലെ വെളിയിൽ വളരെ വിപുലമായ യാത്രയൊക്കെ സഞ്ചരിച്ച് വന്ന വേണു DS വേണു. അപ്പം വരുന്നത് ഒന്ന് പ്രദീപ്. അങ്ങനെ ഞങ്ങൾ 4-5 പേര് സംയുക്തമായിട്ട് നിന്നിട്ട് ഇങ്ങനെ ഏതെങ്കിലും ക്ലാസ് പാർട്ടികളെ ഉണ്ടെങ്കിൽ ആക്രമിക്കണമെന്നും പറഞ്ഞ് അങ്ങനെ വരുന്ന സമയത്താണ്
ഈ മുതിർന്ന അവിടുത്തെ തിപ്പശവും മുതിർന്ന സെറ്റ് വരുന്നത് അവരുടെ പേരിൽ നായ്ക്കുറിന് പൊടി ഇട്ടത്. അപ്പോൾ ഇരുട്ടത്ത് നടന്ന സംഭവമായതുകൊണ്ട് ആരും ഞങ്ങളെ പറയില്ല എന്നുള്ള വിശ്വാസമായിരുന്നു. പക്ഷേ ഇതിൽ പറ്റിപ്പോയ ഒരബദ്ധം, ഈ നായ്ക്കുറിന് പൊടി ഇട്ടപ്പോഴത്തേക്ക് ഈ കൂടെ വന്ന ഒരാളുടെ പുറത്ത് കൂടെ നായ്ക്കുറിന് പൊടിയായിപ്പോയി. അപ്പോൾ ഈ നായ്ക്കപ്പുറണി വീണ പാർട്ടികൾ വളരെ പടച്ചിലും വേദനയും കൊണ്ട് ഇവരവസാനം ലാബിൽ ചെന്ന് ലാബിലെ മറ്റേ റീസ സാറും മറ്റിവരെല്ലാം കൂടെ വന്നിട്ട് നോക്കിയപ്പോഴത്തേക്കാണ് ഈ കാര്യം, ഈ നായ്ക്കുറിനി പൊടി ആരെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ ഇട്ടവനെ ചോദ്യം ചെയ്തപ്പോൾ ഉള്ള കാര്യവും പറഞ്ഞത് കൊണ്ടുവന്ന ഇന്നാരാണ്. അങ്ങനെ എന്നെ പിറ്റേ ദിവസം കാലത്തെ ക്ലാസ്സിൽ ഈ അസംബ്ലിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ വന്നപ്പോൾ കാണാം നമ്മുടെ NDA, അതായത് മറ്റേ സ്കൗട്ടിൻ്റെയൊക്കെ ചാർജ് നോക്കുന്ന പ്രസന്ന സാറ് വന്നിട്ട് പറഞ്ഞു, ഹരികുമാർ, എൻ്റെ മിക്കവാറും എൻ്റെ സ്നേഹമുള്ള സാറന്മാരെന്ന് പറയുന്നത് ഹരി എന്നൊക്കെ വിളിക്കുന്നതാണ് എനിക്ക് വലിയ കാര്യം. ഈ പേര് മുഴുവൻ ചേർത്ത് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിലെന്തോ ദുസൂചന ഉണ്ടെന്നുള്ള ലക്ഷണമാണ്. എന്നെ വിളിച്ചുകൊണ്ട് വന്നു. അന്ന് ഹെഡ് മിസ്ട്രസ് ആയിട്ടിരിക്കുന്ന പത്മാവതി ടീച്ചറാണ്. അന്ന് കോട്ടൺ ഹിൽ സ്കൂളിൽ പത്മാവതി ടീച്ചർ എന്ന് പറഞ്ഞാൽ കോട്ടൺ ഹിൽ സ്കൂളിൽ പോയിട്ട് പ്രശസ്തയായ പത്മാവതി ടീച്ചർ, അവർ വലിയ അവാർഡൊക്കെ കിട്ടിയ പാർട്ടിയാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അന്നിന് പിന്നെ പരീക്ഷയ്ക്ക് തുടങ്ങാനായിട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഞാൻ ദിവസവും കാലത്തെ വരും, ഈ ആഫീസിൻ്റെ മുമ്പ് കാവലിരിക്കും, വൈകിട്ടാകുമ്പോൾ പോവും, എന്നും വന്നിരിക്കും. ഇതാരും ചെന്ന് വീട്ടിലും പറയുന്നില്ല, ആരെങ്കിലും ചെന്ന് പറയണ്ടേ, പറയാൻ പേടി. ചുരുക്കം അങ്ങനെ അവസാനം അച്ഛൻ വന്ന് എന്തായിരുന്നാലും റിസൾട്ട് വരുന്നപ്പോഴത്തേക്ക് ഞാൻ മാത്രം ആ സ്കൂളിൽ ഞാൻ മാത്രം തോറ്റിരിക്കുന്നു. ഞാനും വേറെ 2 പേര്, അത് യഥാർത്ഥത്തിൽ പഠിക്കരുത്. മറ്റത് ഒരു കാരണവശാലും ഞാനൊരു മീഡിയം ലെവലിൽ പോയിരുന്ന ഒരു കാരണവശാലും തോക്കാനായിട്ടുള്ളൊരു മെച്ചമായിട്ടാണ് ഞാൻ എൻ്റെ റിസൾട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലായി അതെന്നെ വളരെ ഈ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞിട്ട് തന്നെ എനിക്ക് വളരെ ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യുക, ഒരു മദ്രാസിലേക്ക് ഒരു സിനിമാ രംഗത്തേക്കൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് അന്ന് നാട് വിട്ട് കിളിയല്ലൂർ വരെ വേറെ ചെന്നപ്പം 2 എണ്ണം ഇതുപോലെ നാടുവിടാൻ വന്നിരുന്ന 2 എണ്ണത്തിനെയും കൂടെ കിട്ടി. അങ്ങനെ നേരെ കിളിയല്ലൂർ നടന്ന് ചെല്ലുമ്പോഴാണ് അറിയുന്നത് മദ്രാസ് മെയിൽ കിളിയല്ലൂർ നിർത്തൂല. മദ്രാസ് മെയിൽ കൊല്ലം വരെ വരുള്ളൂ. അങ്ങനെ കിളിയല്ലൂരിൽ നിന്ന് നമ്മളൊരു ബസ്സിൽ കയറി, കള്ള ട്രെയിൻ കയറി കൊല്ലത്തിറങ്ങും. ആകെപ്പാടെ കയ്യിൽ 2-3 രൂപയേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില്ലറ ഇത്തിരി ദോശയൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവസാനിപ്പിക്കുന്ന വളരെ ഇതേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ കാണാം നമ്മൾ ഈ നാട് വിട്ട കാര്യം. അമ്മയുടെ സ്ഥലം കൊല്ലമാണ്. അപ്പോൾ അമ്മാവനെന്ന് പറയുന്ന നല്ല ട്രാൻസ്പോർട്ട് നല്ല ഉയർന്ന ഇതിലിരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ നമ്മളെ പിടിക്കാനായിട്ട് അങ്ങനെ ചിറയൻകീഴിൽ നിന്ന് അവർ നേരെ കൊല്ലത്തിറങ്ങും. അപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ട്, കാരണം ഈ കാശ് കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വന്ന പാർട്ടിയുടെ ഒരുത്തൻ്റെ 1 രൂപയും ഒരുത്തൻ്റെ 50 പൈസയും ഉള്ളൂ, എൻ്റെ കയ്യിൽ 2. അങ്ങനെ 3.5 രൂപയോ 4 രൂപയേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ആകെയുള്ള കാശ്. കാരണം ചോക്കുമെന്ന് വിചാരിച്ച് വന്നതല്ലല്ലോ. എന്തായിരുന്നാലും കൊല്ലത്ത് പോകാനായിട്ട് അവിടെ കാത്തിരുന്ന് കള്ള ട്രെയിൻ കയറാമെന്നും പറഞ്ഞ് കാത്തിരുന്ന് നോക്കിയപ്പോഴത്തേക്ക് കാണാം, പതുക്കെ അവിടെ വന്നപ്പം കാണാം ഈ എൻ്റെ അമ്മയുടെ ഒരു സഹോദരനോട് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അവിടെ വച്ചിരിക്കുന്ന ചവറ് വേപ്പേടയ്ക്ക് അകത്ത് കയറി ഞാൻ ഒളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞ് പോകാനായിട്ട് പോയാന്ന് നോക്കാനായിട്ട് ഇങ്ങനെ തല പൊക്കി നോക്കിയപ്പോൾ കാണാം പെടലിക്ക് പിടി വീഴുന്നു. അപ്പോഴേ പൊക്കി ഒരു കാറ് കയറ്റി നേരെ. അപ്പോൾ അയൽസീൽ സ്കൂളിനടുക്ക് മേടയെന്ന് പറയും അമ്മയുടെ സ്ഥലം. അപ്പോൾ അവിടെ നമ്മൾ പോകാത്ത കാരണം ആൾക്കാരെല്ലാം ഇങ്ങനെ അന്തം വിട്ട് കാത്തിരിക്കുകയാണ് എന്നെ കിട്ടിയാന്നറിയാനായിട്ട്. അപ്പോൾ എന്നെയും കൊണ്ട് കാറി ഇറക്കുമ്പോഴത്തേക്ക് ഇല്ല, മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ കടുവയെ കൊണ്ടുവന്ന് കൂട്ടി ഇറക്കുന്ന ആ ഒരു പ്രതീതിയിലാണ് എല്ലാവരും കൂടെ നോക്കിക്കൊണ്ട് വെക്കുന്നത്. ഉടനെ അമ്മാവൻ ഇവിടുത്തെ അടുത്ത ഡയലോഗ്, ഇവൻ ഇക്കണക്കിന് പോയാൽ വളരെ നൊട്ടോറിയസ് ആകുമെന്ന്. അപ്പോൾ എനിക്ക് ഈ നൊട്ടോറിയസിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ അന്ന് അത്ര പിടി കിട്ടിയില്ല. പിന്നെയാണ് മനസ്സിലായവൻ കുപ്രസിദ്ധനാകുമെന്ന് എൻ്റെ സ്വന്തം അമ്മാവൻ്റെ പ്രവചനം വന്നതാണ്.